പ്രിയ സുഹൃത്തുക്കളെ, വോയിസ് ഓഫ് സാൽവേഷൻ എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സെൽവരാജാണ്. ഞാൻ സുൽത്താൻ ബത്തേരിക്ക് അടുത്തുള്ള നമ്പിക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശത്താണ് ജീവിക്കുന്നത്. എനിക്ക് ഭാര്യയും ഒരു മോളുമുണ്ട്. കാഴ്ചയില്ലാത്തവരുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടെത്തിയ വിധം എങ്ങനെയാണ് എന്നുള്ളതാണ് ആദ്യമായി നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യുക എന്നീ പരിപാടികളെല്ലാം ഞാൻ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വിട്ട് തരികയാണ്. മാത്രമല്ല, എൻ്റെ എല്ലാ വീഡിയോകളും പൂർണ്ണമായും നിങ്ങൾ കേട്ട് ഇരിക്കണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ മുഴുവനുമായി വീഡിയോ കാണുക, കേൾക്കുക. മറ്റുള്ളവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വീഡിയോയിലേക്ക് കടക്കാം. എൻ്റെ പേര് പറഞ്ഞു, സെൽവരാജ് എന്നാണ്. ഞാൻ ജനിച്ചത് തമിഴ്നാട്ടിലാണ്. ആദ്യം എൻ്റെ പശ്ചാത്തലം പറഞ്ഞിട്ട് വേണമല്ലോ തുടങ്ങാൻ, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഒരുപക്ഷെ എൻ്റെ സാക്ഷ്യം ഏതെങ്കിലും സഭയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മാസികയിലൂടെയോ നിങ്ങൾ വായിച്ചു കേട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കാം, കണ്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇത് എൻ്റെ ചാനലായതുകൊണ്ട് അത് പൂർണ്ണമായും വീണ്ടും പറയേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് പറയുന്നത്. ഈ പറയുന്നത് മുഴുവനും സംഭവിച്ചതാണ്, സത്യമാണ്. അതിൽ യാതൊരു വിധത്തിലുള്ള കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകളോ ഒന്നും തന്നെ ഇല്ല. പ്രിയമുള്ളവരെ, ഞാൻ ജനിച്ചു വളർന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ പണ്ട് കോയമ്പത്തൂർ മാവട്ടം അല്ലെങ്കിൽ ജില്ല എന്നായിരുന്നു. ഇപ്പോൾ അത് തിരുപ്പൂർ ജില്ലയാണ്. ഉടുമ്പൻപേട്ട താലൂക്കിൽ ഗുഡിമംഗലം എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാൻ ജനിച്ചത്. ഒരു വില്ലേജാണ്. എൻ്റെ അച്ഛനും അമ്മയും കർഷകരായിരുന്നു, ഹിന്ദുക്കളായിരുന്നു. തമിഴ്നാട്ടിലെ ചെട്ടിയാർ, നഗര ചെട്ടിയാർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. ഞങ്ങളുടെ കുലദൈവം എന്ന് പറയുന്നത് അങ്കാളമ്മൻ എന്ന് പറയുന്ന ശിവൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ദേവിയാണ്. പണ്ട് മുതലേ ഞങ്ങൾ ഹൈന്ദവ പശ്ചാത്തലത്തിൽ ഉള്ള മാരിയമ്മൻ, മുരുകൻ പോലെയുള്ള ദേവി ദേവന്മാരെയാണ് പൂജിച്ച് വന്നിരുന്നത്. എൻ്റെ കൂടെ പിറന്നവർ 5 പേരാണ്. 3 പേര് എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന മൂത്ത സഹോദരന്മാർ. 3 പേര് നല്ല യൗവനത്തിൽ തന്നെ ആത്മഹത്യ ചെയ്ത് മരിച്ചുപോയി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എൻ്റെ അനുജനുണ്ട്. അവൻ കുടുംബമായിട്ട് മേട്ടുപ്പാളയം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ച് വരുന്നു. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ എന്തോ ഒരു അസുഖം ബാധിച്ചു. അമ്മയോട് ആരോ പറഞ്ഞു, മുലപ്പാൽ ഉപ്പും കൂടി കണ്ണിലൊഴിച്ചാൽ അസുഖം മാറുമെന്ന് പറഞ്ഞു. അത് കേട്ട് അമ്മ ചെയ്തു. അങ്ങനെയാണ് കാഴ്ച നഷ്ടപ്പെട്ടത്. തുടർന്ന് അടുത്തുള്ള മാരിയമ്മൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോവുകയും പൂജാരി പറയുന്നതുപോലെ പല ശുശ്രൂഷകളും ചെയ്യുകയൊക്കെ ചെയ്തു. ഒടുക്കം കാഴ്ച കിട്ടാതെ വന്നപ്പോൾ ഒരു ടീച്ചറുടെ സഹായത്താൽ ചെന്നൈയിലുള്ള അന്ധവിദ്യാലയത്തിൽ പോയി പഠിക്കുവാനിടയായി. 8 വരെയാണ് ഞാൻ പഠിച്ചത്. 8ാം ക്ലാസ്സിൽ സ്കൂളിൽ നിന്ന് ഒളിച്ചോടി പോവുകയാണ് ചെയ്തത്. അതിനുശേഷം അമ്മാവിൻ്റെ വീട്ടിലും പലയിടങ്ങളിലുമായിരുന്നു. പിന്നെ മധുരയിൽ തമിഴ്നാട് റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഫോർ ദ ബ്ലൈൻഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ 10-28 ദിവസം ഉണ്ടായിരുന്നു. അതിനുശേഷം ഗുജറാത്തിലുള്ള ടാറ്റ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ട്രെയിനിങ് സെൻറ്റർ ഫോർ ദ എലിജിബിൾ ബ്ലൈൻഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ചെന്ന് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡിപ്ലോമ കോഴ്സ് പാസ് ചെയ്തു. അങ്ങനെ അവരുടെ സഹായത്താൽ തമിഴ്നാട്ടിൽ നീലഗിരി ജില്ലയിൽ ഗൂഡല്ലൂർ താലൂക്കിൽ എരുമാട് എന്ന് പറയുന്ന സ്ഥലത്ത് 2 ഏക്കർ സ്ഥലം ലഭിക്കുകയും 7000 രൂപ ധനസഹായം ലഭിക്കുകയും ചെയ്തു. കൃഷി ചെയ്ത് ജീവിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ റബ്ബർ പ്ലാന്റേഷൻ നടത്തിയെങ്കിലും വിജയിച്ചില്ല. തുടർന്ന് ജീവിക്കാൻ വേണ്ടി പല തൊഴിലുകളും ചെയ്തു.
ആ കാലഘട്ടത്തിലാണ് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ഒരു ബന്ധമുണ്ടായി. അങ്ങനെ സോഷ്യലിസ്റ്റ് യൂത്ത് ഫ്രണ്ട് എന്ന് പറയുന്ന ആ സംഘടനയിലൂടെ പാർട്ടിയുടെ മെമ്പറായി പ്രവർത്തിച്ചു. ആ കാലഘട്ടത്തിലാണ് നിരീശ്വരവാദത്തിലും വേരൂന്നി ജീവിച്ചിരുന്നത്. ഇങ്ങനെ ഈ നിരീശ്വരവാദത്തെ ശക്തിപ്പെടുത്തണം എന്ന താല്പര്യത്തോടുകൂടെ മലയാള ബ്രൈലിലുള്ള ബൈബിൾ വാങ്ങി വായിക്കുവാനിടയായി. എൻ്റെ ഒരു സുഹൃത്തായിരുന്ന ചാക്കോ ഇ.ഡി എന്ന് പറയുന്ന കേരള സർവകലാശാലയിൽ PhD പഠിച്ചുകൊണ്ടിരുന്ന ചാക്കോ ഇ.ഡി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് മർക്കോസ് എഴുതിയ സുവിശേഷം ഞാൻ വാങ്ങിയത്. മർക്കോസ് എഴുതിയ സുവിശേഷം ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് 7 പ്രാവശ്യം വായിച്ചു തുടർച്ചയായിട്ട്. കാരണം ഓരോ പ്രാവശ്യം വായിക്കുന്നതോറും എനിക്ക് ഓരോ പുതുമകളായിട്ടാണ് തോന്നിയത്. അതിൽ പ്രത്യേകിച്ചും മർക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 20 മുതൽ ഉള്ള ചില വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ. മനുഷ്യരിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നു. അകത്തു നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്ക് കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങൾ എല്ലാം അകത്ത് നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നും അവൻ പറഞ്ഞു. ഇത് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു വിഷമം. കാരണം ഞാൻ കണ്ണു കാണാത്ത ഒരു വ്യക്തിയായിരുന്നെങ്കിലും ഞാൻ ചെയ്യാത്തതൊന്നുമില്ല. ഈ പറഞ്ഞതായ 13 കാര്യങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിലയിരുത്തിയപ്പോൾ ഞാൻ അശുദ്ധനാണ് എന്നുള്ളത് അംഗീകരിക്കാതിരിക്കാൻ നിവർത്തിയില്ല. അങ്ങനെ അശുദ്ധനാണെന്ന് അംഗീകരിച്ച പിന്നെ ജീവിക്കുവാനുള്ള അവകാശമില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ സ്വയം ആത്മഹത്യ ചെയ്യണം എന്ന് തോന്നി. പക്ഷേ എൻ്റെ സഹോദരങ്ങളെല്ലാവരും ആത്മഹത്യ ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു പ്രവൃത്തി ചെയ്യില്ല എന്ന് ഞാൻ നേരത്തെ മുതൽ തന്നെ ദൃഢനിശ്ചയത്തിലായിരുന്നു. അതുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യാതെ വീണ്ടും ബൈബിൾ വായിച്ചപ്പോൾ ഈ ബൈബിളിൽ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 36-37 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നത്: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും? വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. പ്രിയമുള്ളവരെ, ഈ വാക്യം കേട്ടപ്പോൾ സർവ്വലോകത്തെക്കാളും വിലയേറിയതാണ് മനുഷ്യൻ്റെ ജീവൻ എന്നുള്ളത് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലായി. സർവ്വലോകം എന്ന് പറയുമ്പോൾ 14 ലോകമുണ്ടെന്നും 3 ലോകമുണ്ടെന്നും അങ്ങനെ 1000 ലോകമുണ്ടെന്നും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. എത്ര തന്നെയാണെങ്കിലും സർവ്വലോകം എന്ന് പറയുമ്പോൾ എല്ലാം അതിൻ്റെ ഉള്ളിൽ പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ സർവ്വലോകത്തെക്കാളും വിലയേറിയതാണ് മനുഷ്യൻ്റെ ആത്മാവ് എന്ന് വേദപുസ്തകമാണ് പറയുന്നത്. അപ്പോഴാണ് കർത്താവായ യേശുക്രിസ്തു ഇത്രയും നല്ല വ്യക്തിയായിട്ട് എന്തുകൊണ്ട് ക്രൂശിക്കപ്പെടണം? അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുകയാണ്: മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. അപ്പോൾ യേശുക്രിസ്തു ഈ ലോകത്തേക്ക് വന്നതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലായി കൊടുപ്പാനും മാത്രമേ വന്നുള്ളൂ.
ഇപ്പം നേരത്തെ വായിച്ചത് മനുഷ്യൻ്റെ ജീവന് മറുവിലയായിട്ട് എന്തൊന്ന് കൊടുക്കും എന്നാണ്. എന്നാൽ ഇവിടെ മറുവിലയായിട്ട് കൊടുക്കുവാനായിട്ട് തൻ്റെ ജീവനെ കൊടുക്കുവാനാണ് യേശു ക്രിസ്തു ഇവിടേക്ക് വന്നത്. യേശു ക്രിസ്തു മരണത്തെ സ്വീകരിക്കുവാനായിട്ടാണ്, മരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്തേക്ക് വന്നത്. നമ്മളെല്ലാവരും ജനിച്ചു, അതുകൊണ്ട് മരിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തു അങ്ങനെയല്ല, അവൻ മരിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ലോകത്തേക്ക് വന്നത് എന്നാണ്. ഇതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: സ്നാനം 16-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, സ്നാനം ഏൽക്കുകയും വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 1986 മാർച്ച് മാസം 23-ാം തീയതി എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ കർത്താവിനെ എൻ്റെ രക്ഷകനായിട്ടും സ്വന്തം ഗുരുവായിട്ടും ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു. അങ്ങനെയാണ് ഞാൻ യേശു ക്രിസ്തുവിനെ അനുകരിക്കുവാനായിട്ട് തുടങ്ങിയത്. യേശു ക്രിസ്തുവിനെ അനുകരിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നീട് ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കാം. അതിനു മുമ്പായി ഇവിടെ എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന് വെച്ചാൽ, ഇതൊരു മതപ്രസംഗമോ അല്ലെങ്കിൽ മതപരിവർത്തനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ഒരു വക്താവായിട്ടോ അല്ല ഞാനിവിടെ ഉള്ളത്. കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അവൻ അവരോട് എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരോട്, നിങ്ങൾ ഭൂലോകത്തിൽ ഒക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. ഇതാണ് കർത്താവ് പറഞ്ഞ കൽപ്പനയാണ്. ഇത് തന്നെ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-ഉം 19-ഉം വാക്യങ്ങളിലും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊരു ദൗത്യമായിട്ടാണ്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ജോലിയാണ്, ഒരു ദൗത്യമാണ് അത് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. അത് സകല സൃഷ്ടിയോടും, ഇന്നവരോടും എന്നല്ല, എല്ലാവരോടും പ്രസംഗിക്കണം, എല്ലാവരോടും സുവിശേഷം അറിയിക്കണം എന്നുള്ള ആ ദൗത്യമാണ് ഇവിടെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദൗത്യം നിറവേറ്റുവാൻ വേണ്ടി ഞാനും എന്നാൽ ആവത് ശ്രമിക്കുകയാണ്. നിങ്ങൾ ഈ വചനം കേട്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. നിങ്ങളും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരണം. നിങ്ങളും സ്വർഗത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ കാണപ്പെടണം, ഞങ്ങളോടൊപ്പം ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ വചനം സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം പ്രേരണ തരികയാണെങ്കിൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശീർവദിക്കുകയും